ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. മന്ധരയുടെ വാക്കുകൾ കൈകേയിയുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. ഇത്ര പെട്ടെന്ന് ഈ പട്ടാഭിഷേകം നടത്തുന്നത് ശുദ്ധമായ ഉദ്ദേശത്തോടു കൂടിയല്ലെന്ന് അവൾ തീരുമാനിച്ചു. അപ്പോഴും അവൾ പറയുകയാണ്, നാളെ മുഹൂർത്തമാണ്, അതിനി ആരെക്കൊണ്ടും മുടക്കാൻ സാധ്യമല്ല എന്ന്. എന്നാൽ മന്ധര പറയുകയാണ്, സാധ്യമാവും, നിനക്ക് മിടുക്കുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാം, അതിനുള്ള മാർഗവും ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. മന്ധര അതിനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു. പണ്ട് ദേവാസുര യുദ്ധത്തില് ഇന്ദ്രലോകത്ത് വെച്ച ദശരഥ മഹാരാജാവിന്റെ രഥത്തിലെ ഒരു അച്ചുതണ്ടാണി ഇളകി ഊരി വീണപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൈകേയി ആ ആണിത്തുളയിൽ കൈത്തണ്ട് കടത്തി രഥം അറിയാതെ രാജാവിനെ രക്ഷിച്ചത്. അപ്പോൾ അന്ന് രാജാവ് ഇഷ്ടമുള്ള 2 വരം ചോദിച്ചോളാൻ പറഞ്ഞിരുന്നു. അത് പിന്നെ മതിയെന്ന് ദേവി പറഞ്ഞു ഒഴിഞ്ഞു മാറി. ആ 2 വരങ്ങൾ ഇപ്പോൾ ചോദിക്കണമെന്നാണ് മന്ധര പറഞ്ഞത്. ഒരു വരം ഭരതന്റെ രാജാവായി വാഴിക്കണമെന്നും മറ്റേ വരം 14 വർഷം രാമൻ കാട്ടിൽ പോയി താമസിക്കണമെന്നുമായിരിക്കണമെന്ന്. അപ്പോൾ രാജാവ് സത്യസന്ധനായതുകൊണ്ട് ചോദിക്കുന്ന വരം തരാതിരിക്കില്ല എന്നാണ് മന്ധര കൈകേയിക്ക് പറഞ്ഞു കൊടുത്തത്. അതിൻ പ്രകാരം കൈകേയി തൻ്റെ ആഭരണങ്ങളെല്ലാം ഊരിയെറിഞ്ഞിട്ട് വെറും നിലത്ത് തറയിൽ കിടന്ന് കരയാണ്. അപ്പോൾ ഇത് കണ്ട് കാര്യമറിയാതെ ദൂതികൾ മഹാരാജാവിനെ കണ്ട് വിവരം ധരിപ്പിച്ചു. അദ്ദേഹം പെട്ടെന്ന് കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് ഓടി വന്നു. അപ്പോൾ ഇങ്ങനെ കരഞ്ഞ് കണ്ണുനീരും ഒക്കെ ഒഴുക്കി, എന്നാൽ കണ്ണിലെ ദേഷ്യവും കോപവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കണ്ട് ദശരഥൻ ആകെ അമ്പരന്ന് പോയി. ഇത് എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ് കൈകേയിയോട്. അപ്പോൾ കൈകേയി പറയാണ്, അങ്ങ് രാമനെ രാജാവായി വാഴിച്ചുകൊണ്ട് എൻ്റെ മകൻ ഭരതനെ അവൻ്റെ ദാസനാക്കാൻ ഭാവിക്കുകയാണില്ലേ, അത് ഞാൻ സമ്മതിക്കുകയില്ല. അങ്ങയുടെ കുടില മനസ്ഥിതി എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. എൻ്റെ കണ്ണ് കെട്ടാമെന്ന് അങ്ങ് വിചാരിക്കേണ്ട, ഇത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദശരഥൻ പറയുകയാണ്, രാമനെ രാജാവാക്കാൻ തീരുമാനിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല, അവൻ മൂത്ത പുത്രനായതുകൊണ്ടാണ് എന്ന് പറയുകയാണ്, അല്ലാതെ നിന്റെ മകനെ അവൻ്റെ ദാസനാക്കാനല്ല. അപ്പോൾ കൈകേയി പറഞ്ഞു, അങ്ങ് എനിക്ക് 2 വരം നൽകാമെന്ന് പണ്ട് സത്യം ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ദശരഥൻ ഉണ്ട്, ചോദിച്ചോളൂ, തരാമല്ലോ. ഹരിചന്ദ്രന്റെ വംശത്തിൽ പിറന്ന് ഞാൻ ഒരിക്കലും സത്യലംഘനം ചെയ്യുകയില്ലെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ആ വരങ്ങൾ 2 എനിക്കിപ്പോൾ കിട്ടണം. ഒരു വരം രാമന് പകരം ഭരതനെ അയോധ്യാധിപതിയായി വാഴിക്കണം. 2ാമത്തെ വരം രാമൻ 14 വർഷം അരണ്യവാസം ചെയ്യണം എന്ന് പറഞ്ഞു. ദശരഥൻ ആകെ അങ്ങ് വിഷമിച്ചു പോയി. നീ ഇതെന്താ ഈ ചോദിക്കുന്നത്? നിന്റെ മകൻ രാജ്യം വാഴണമെങ്കിൽ രാമൻ എന്തിന് 14 വർഷം കാനനത്തിൽ വാഴണം എന്ന് ചോദിച്ച് ആകെ അദ്ദേഹം വിഷമിച്ചു പോയി. കൈകേയിയോട് അപേക്ഷിച്ചു, നിനക്ക് എന്നോട് അല്പം ദയ തോന്നണം, ഭരതനെ നാളെ തന്നെ ഞാൻ പട്ടാഭിഷേകം ചെയ്ത് വാഴിക്കാം. രാമനെ എന്തിന് 14 വർഷം കാനനത്തിൽ അയക്കുന്നു? അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു വരം ചോദിച്ചുകൊള്ളൂ, ഞാൻ തരാമെന്ന് അദ്ദേഹം പറയുകയാണ്. എന്നാൽ കൈകേയി ഒട്ടും പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ ചോദിച്ച വരങ്ങൾ 2ഉം എനിക്കിപ്പോൾ തരണമില്ലെങ്കിൽ സത്യലംഘനം ചെയ്തു കൊള്ളാനാണ് കൈകേയി പറയുന്നത്. ദശരഥൻ ഹൃദയം പൊട്ടി കരയുകയാണ്. പെട്ടെന്ന് പ്രജ്ഞയറ്റവനെ പോലെ ദശരഥൻ വെറും നിലത്ത് നിശ്ചലനായി കിടന്നു. അതിനുശേഷം മെല്ലെ കണ്ണു തുറന്ന് കൈകേയിയുടെ മുഖത്തേക്ക് ദൈന്യഭാവത്തിൽ കുറെ നേരം അടക്കാനാവാത്ത ദുഃഖത്തോടെ നോക്കിക്കിടന്നു. എന്നിട്ട് അദ്ദേഹം രാമനെ വിളിച്ച് കരയുകയാണ്. പ്രജാവലികളുടെ കണ്ണിലുണ്ണിയെ ഞാൻ ഹനിച്ചു, രാജ്യലക്ഷ്മിയെ ഞാൻ ഇല്ലാതെയാക്കി, പാപിഷ്ഠയായ ഒരു ചണ്ടാളയ്ക്ക് വേണ്ടി എൻ്റെ പൊന്നോമന മകനെ ഞാൻ ബലിയർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അദ്ദേഹം വല്ലാതെ അങ്ങ് കരയുകയാണ്. ഇങ്ങനെ പലതും പറഞ്ഞും കരഞ്ഞും ഉറക്കമില്ലാതെ ആ രാത്രി അദ്ദേഹം കൈകേയിയുടെ അന്തഃപുര മണിയറയിൽ ഇങ്ങനെ വേദനയോടും കഥനഭാരത്തോടും കൂടി കഴിഞ്ഞുകൂടി. പക്ഷെ ആ വിവരം പുറത്തുള്ള ആരും അറിഞ്ഞില്ല. നേരം വെളുത്തു. പട്ടാഭിഷേക വാർത്ത കാട്ടുതീ പോലെ നഗരം മുഴുവനും പരന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞപ്പോഴത്തേനും എല്ലാവരും അലങ്കരിക്കാൻ തുടങ്ങി. വീടുകളും എല്ലാം കുലവാഴകളും കമനീയ കമാനങ്ങളാലും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ച് വളരെ മനോഹരമാക്കിയിട്ട് ആൾക്കാരെല്ലാം കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങ് വരികയാണ് പട്ടാഭിഷേകം കാണാനൊക്കെ ആയിട്ട്.
ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ചെറു മന്ദഹാസത്തോടെ ദാശരഥി ലക്ഷ്മണനോട് പറയുകയാണ്, ഇന്നെന്റെ പട്ടാഭിഷേകമാണ്. ആചാരവിധി അനുസരിച്ച് ഞാനും സീതയും അതിനുവേണ്ട ദീക്ഷകളും വ്രതങ്ങളും അനുഷ്ഠിച്ചു കഴിഞ്ഞു. എന്നാലും ഞാൻ രാജാവാകാൻ ആഗ്രഹിക്കുന്നില്ല. പേരിന് മാത്രം ഞാൻ രാജാവ്, എനിക്ക് വേണ്ടി നീ രാജ്യം ഭരിച്ചുകൊള്ളൂ എന്ന് ലക്ഷ്മണൻ ഉത്കണ്ഠയോടെ ചോദിച്ചു, ജ്യേഷ്ഠ അവിടെ നിന്നാണ് ഇങ്ങനെ കൽപ്പിക്കുന്നതെന്ന്. അപ്പൊ രാമൻ ഒന്നും ഉണ്ടായിട്ടല്ല, വിധിയുടെ വിചിത്രമായ വിഗതി അങ്ങനെ അപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞു. സൗമിത്രി ആകെ എന്ന് പകച്ചുപോയി. ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്നോർത്ത്. അല്പം കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി വന്നിട്ട് രഘുപതിയെയും ജാനകിയെയും പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. പുരോഹിത വൃന്ദങ്ങളുടെ മന്ത്രോച്ചാരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. രാമനും സീതയും പൊൻപീഠങ്ങളിൽ ആസനസ്ഥരായി. നേരം വളരെ വൈകിട്ട് മഹാരാജാവ് എഴുന്നള്ളാത്തത് എന്താണെന്ന് ജനങ്ങളിങ്ങനെ ചോദിക്കുകയാണ് പരസ്പരം. ഇത് കേട്ട് സ്തുതിപാഠകർ വേഗം കൈകേയിയുടെ അന്തഃപുരത്തിൽ ചെന്നിട്ട് ഉർവീപതി ഉണരാൻ വേണ്ടിയിട്ട് സ്തുതിഗീതങ്ങൾ മുഴക്കി. ഇത് കേട്ട് കൈകേയി കോപിഷ്ഠയായിട്ട് പുറത്തു വന്ന് അങ്ങ് ശകാരിച്ചു. മഹാരാജാവിന് ആലസ്യമാണ്, സ്തുതിഗീതങ്ങൾ അവസാനിപ്പിക്കാൻ പറഞ്ഞു. അതോടുകൂടി എല്ലാം ശാന്തമായി. അപ്പൊ രചന ആലസ്യമാണെന്ന് കേട്ട് മന്ത്രിപ്രവരനായ സുമന്ത്രര് പെട്ടെന്ന് അവിടെ എത്തി. എന്താണ് സംഭവിച്ചത് എന്ന് കൈകേയിയോട് ചോദിച്ചു. മഹാരാജാവിന് രാത്രിയിൽ ഒട്ടും നിദ്രയുണ്ടായില്ല. രാമ രാമ എന്ന് വിളിച്ച് വിലപിക്കുകയായിരുന്നു. അതുകൊണ്ട് രാമനെ ഉടനെ വരുത്ത് എന്ന് പറഞ്ഞു. കേട്ട് ദശരഥൻ സങ്കടത്തോടെ കണ്ണുകൾ തുറന്നിട്ട് സുമന്ത്രരോട് പറഞ്ഞു, എൻ്റെ രാമനെ കൂട്ടിക്കൊണ്ടുവരുമെന്ന്. രാജകുമാരൻ പൂജകൾ നടക്കുന്ന അഭിഷേക വേദിയിൽ ദീക്ഷ ആചരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ദശരഥൻ പറഞ്ഞു, പൂജയും അഭിഷേകവും ഒന്നും വേണ്ട, അത് നിർത്തിയിട്ട് എൻ്റെ മകനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ആകെ വിഷമിച്ച അദ്ദേഹം മണ്ഡപത്തിലെത്തി, പട്ടാഭിഷേക മണ്ഡപത്തിലെത്തി വിവരം ധരിപ്പിച്ചു. തൽക്ഷണം തന്നെ കർമ്മങ്ങൾ അവസാനിപ്പിക്കാൻ വസിഷ്ഠൻ ആജ്ഞാപിച്ചു. അങ്ങനെ രാമചന്ദ്രൻ പിതാവിന്റെ അടുത്തെത്തി. അച്ഛന്റെ ദുഃഖത്തിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പൊ കൈകേയി പറയാണ്, അച്ഛന്റെ ദുഃഖത്തിന് കാരണക്കാരൻ രാമ നീ തന്നെയാണ്. നീ വിചാരിച്ചാൽ അച്ഛന്റെ ആലസ്യവും ആഴലും പെട്ടെന്ന് മാറ്റാനും കഴിയും. പണ്ട് അച്ഛൻ എനിക്ക് 2 വരം വാഗ്ദാനം ചെയ്തിരുന്നു. ആ വരങ്ങൾ ഞാൻ ഇന്നലെ ചോദിച്ചു. സത്യലംഘനം ചെയ്യാനുള്ള മടി കൊണ്ടാണ് അച്ഛന് ഈ വിഷമം ഉണ്ടായിട്ടുള്ളത്. ഒരു ഉത്തമ പുത്രന്റെ കടമ നീ നിർവഹിച്ചാൽ എല്ലാം നേരെയാകും എന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ പറയുകയാണ്, അമ്മ എന്തിനിത്ര വളച്ചു പറയുന്നു? ഉള്ളത് തുറന്നു പറഞ്ഞാൽ പുത്രധർമ്മം എന്താണെന്ന് അത് നിശ്ചയമായിട്ടും ഞാൻ അനുഷ്ഠിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ കൈകേയി എല്ലാം തുറന്നു പറയുകയാണ് രാമനോട്. അത് കേട്ട് ഭയങ്കരി, ഇതുള്ള രാക്ഷസിയാണല്ലോ എന്ന് ജനങ്ങൾ തന്നെത്താൻ ആക്രോശിച്ചു പോയി. രാമൻ പറഞ്ഞു, അച്ഛന്റെ മനോരഥം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഉത്തമനായ പുത്രൻ. അതുകൊണ്ട് അച്ഛന്റെ മനോരഥം അറിഞ്ഞ് തന്നെ ഞാൻ പ്രവർത്തിക്കും എന്ന് പറയുകയാണ്. എന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ട് മാത്രമാണ് അമ്മ ഇങ്ങനെ ഒരു വരം വാങ്ങി എനിക്ക് സുഖജീവിതം അനുവദിച്ചു തന്നത്. രാജ്യഭരണ ക്ലേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി സുദീർഘമായ 14 സംവത്സരം ഈശ്വര ചിന്തയോടെ എനിക്ക് വിപിനത്തിൽ കഴിഞ്ഞുകൂടാമല്ലോ. എത്ര ആനന്ദകരമായ ജീവിതമാണതെന്ന് അദ്ദേഹം പറയുകയാണ്. അമ്മ എന്നോടിത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ അച്ഛന് ഈ ദുഃഖമൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എന്തായാലും ഇളയമ്മയോടുള്ള അച്ഛന്റെ സത്യം പരിപാലിക്കുന്നതിന് ഞാൻ ഇപ്പോൾ തന്നെ വനത്തിലേക്ക് പുറപ്പെടുന്നതാണ്. പുത്രന്റെ പിതൃഭക്തി നിർഭരമായ വാക്കുകൾ കേട്ട് ദശരഥൻ കൈകൾ ഉയർത്തി മകന്റെ ലോലമോഹന കപോലങ്ങൾ തടവിക്കൊണ്ട് പുലമ്പി, എൻ്റെ പൊന്നോമൽ കൺമണി, സ്ത്രീജിതനായ പെണ്ണിനടിമയായി അധർമ്മത്തിൽ ആപതിച്ചിരിക്കുന്ന നീചനായ ഈ അച്ഛനെ പിടിച്ചുകെട്ടി കാരാഗ്രഹത്തിലിട്ട് പൂട്ടിക്കൊണ്ട് നീ രാജാവായി വാഴുക മകനെ. അതുമൂലം എനിക്ക് സത്യലംഘന ദോഷവും വരികയില്ല. അച്ഛൻ ദുഃഖിക്കേണ്ട. അച്ഛന്റെ സത്യം യാതൊരു കാരണവശാലും ലംഘിക്കുകയില്ല. അത് സാധിപ്പിച്ച അച്ഛനെ സത്യപരിപാലകനാക്കാൻ എനിക്ക് കഴിവുണ്ട്. ഭരതൻ രാജ്യം ഭരിച്ചു കൊള്ളട്ടെ. ഞാൻ അരണ്യം വാഴാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് 14 വർഷമല്ലേ വേണ്ടൂ. കണ്ണടച്ചു തുറക്കുമ്പോഴേക്ക് ആ കാലഘട്ടം കഴിയും. അതുവരെ അച്ഛൻ മനസ്സമാധാനത്തോടെ സൗഖ്യത്തോടുകൂടി ഇവിടെ ജീവിക്കൂ. എന്നേക്കാൾ പിതൃഭക്തനാണ് ഭരതൻ. അതിലും അച്ഛൻ ഭാഗ്യവാനാണ്. ഇളയമ്മ, ഇനി ഞാൻ ഒട്ടും താമസിക്കുന്നില്ല. ആദിത്യനും 5 നാഴികയോളം പുലർന്നു കഴിഞ്ഞു. അമ്മയോടും സീതയോടും യാത്ര പറഞ്ഞിട്ട് നിമിഷം തന്നെ ഞാൻ കാനനത്തിന് പുറപ്പെടുന്നതാണ്. ഇതെല്ലാം നടക്കുമ്പോൾ രാമന്റെ തൊട്ടു പിന്നിലായിട്ട് ലക്ഷ്മണനും ഉണ്ടായിരുന്നു. അനീതി കണ്ടും കേട്ടും അദ്ദേഹത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട്, എന്നാൽ രാമനോടുള്ള ഭക്തി കൊണ്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നു എന്ന് മാത്രം. കൗസല്യാദേവി പുത്രന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് രാമൻ അമ്മയുടെ അടുത്ത് ചെല്ലുന്നത്. പുത്രൻ പറഞ്ഞ വിവരങ്ങൾ കേട്ട് കൗസല്യ
ബോധമറ്റ് നിലത്തു വീണു.